ഫവാസി, മുട്ടിലിഴഞ്ഞും കുമ്പിട്ട് നിന്നും കള്ളൻ ഒരു പക്ഷെ രക്ഷപ്പെടും. പക്ഷെ കള്ളന് വേണ്ടി കട്ടയെറിയാൻ പോയവന്മാരൊക്കെ ചപ്പാത്തി തിന്നേണ്ടി വരും, അതും ജയിലിൽ കിടന്നിട്ട്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാണത്. പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച്, ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചതിന് ശേഷം 200ഓളം പേരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. അപ്പൊ ഈ 200 പേരുടെ, അല്ലെങ്കിൽ സഖാവിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി ഇ ഡിയുടെ വണ്ടിക്ക് കട്ടയെറിഞ്ഞവരുടെ ഒരു അവസ്ഥ, പരിതാപകരമായ അവസ്ഥയെ വർണ്ണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഈ ഒരു സമയത്ത് ഒരുപാട് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പൊ കുറച്ച് നാളുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ വേട്ടയാടലുകൾക്ക് ഇരയായ ഒരാൾ കൂടിയാണ്. ഇപ്പോൾ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുന്ന ഒരു സമയത്ത്, ഇ ഡി വീട്ടിൽ കയറി റെയ്ഡ് നടത്തുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥയും അതിനുശേഷം സഖാക്കന്മാരുടെ ഒരു വെല്ലുവിളികളും വീറും വാശിയും ഒക്കെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ള ഒരു വീഡിയോ തന്നെയാണ്. അദ്ദേഹം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സഖാക്കന്മാര് നടത്തിയ ഈ ആക്രമണം എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ളവർക്ക് പോലും അറിയില്ല. ഈ ആക്രമണം നടത്തിയത് അവിടെ പിണറായി വിജയൻ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹത്തോട് ഒരു ചോദ്യം പോലും ഇ ഡി ചോദിച്ചിട്ടില്ല. ചോദ്യം ചെയ്തതും റെയ്ഡ് നടത്തിയതും ഒക്കെ മകൾ വീണയ്ക്ക് വേണ്ടിയിട്ടാണ്, വീണയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ വീണ വിജയൻ എന്ന് പറയുന്ന ആള് പിണറായി വിജയന്റെ മകൾ എന്നുള്ളൊരു ലേബൽ മാത്രമുള്ള ആളാണ്, അല്ലാണ്ട് പാർട്ടി അംഗമല്ല. പാർട്ടിയിൽ യാതൊരുവിധ ഇതുമില്ല അങ്ങനെ ഒരാൾക്ക്. പക്ഷെ ആകെ പാർട്ടിയായിട്ട് ബന്ധമുള്ളത് വീണ വിജയന്റെ കമ്പനിക്ക് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് AKG സെന്ററിന്റെ പേരിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സഖാക്കന്മാർക്ക് ന്യായീകരിക്കേണ്ട അവസ്ഥ വരികയാണ്. ഈ സഖാക്കന്മാരെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇ ഡിയെ കൈയേറ്റം ചെയ്തത് എന്നുള്ളത് ചോദിച്ചാൽ അവർക്കും അറിയില്ല. എന്തായാലും കട്ടയെറിയാൻ പോയവരുടെയൊക്കെ ഇനി എത്ര വർഷം അകത്ത് കിടക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രം തീരുമാനമായാൽ മതി, ഒരുത്തനും രക്ഷപ്പെടില്ല. അമിത്ഷാ നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെയും വെറുതെ വിടാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ പിണറായി വിജയന് ഡയറക്റ്റ് അദ്ദേഹത്തിന് അറിയില്ല. ഈ പറയുന്ന പോലെ ഇവന്മാരോട് കട്ടയെറിയാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇ ഡിയെ കയ്യേറ്റം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ രക്ഷപ്പെട്ടു പോകേണ്ടവര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരും. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറുകളൊക്കെ അകത്ത് കിടക്കേണ്ടിയും വരും. എന്നറിയോ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം പിണറായി വിജയനെ എറോപ്ലെയിനിൽ കയറിയിട്ട് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കൊലപാതക ശ്രമത്തിന് കേസെടുത്താണ്. പിന്നീട് UDF സർക്കാർ വന്നതിന് ശേഷം അത് പിൻവലിച്ചു. അങ്ങനെ കൊല്ലാൻ നോക്കിയിട്ടില്ല എന്നുള്ള ഏതൊരാൾക്കും അവിടെ നിന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള കേസാട്ടത്. പിന്നെ വീണ ജോർജിന്റെ കാര്യത്തിൽ കഴുത്തിന് മാരകായുധം ഉപയോഗിച്ച് വധശ്രമത്തിനുള്ള കേസെടുത്തു. വീണ്ടും തെളിഞ്ഞു, അങ്ങനത്തെ വീഡിയോ സഹിതം പുറത്തു വന്നു. അങ്ങനെ യുവാക്കൾ അടുത്തുപോലും എത്തിയിട്ടില്ല, അതും പിൻവലിച്ചു. അപ്പം ഇതൊക്കെ സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കേസുകളാണ്. മറ്റേത് ഈ പറഞ്ഞ പോലെ വിമാനത്തിൽ നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ദേശീയ തലത്തിലുള്ള കേസായിരുന്നു. ആ ചെക്കന്മാർ കുറേ വട്ടം ഡൽഹിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. എന്തായാലും അവസാനം കേസ് പിൻവലിക്കപ്പെട്ടു. അപ്പം കേന്ദ്ര ഏജൻസി കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പോലെ ആവില്ല. ഇവർക്ക് ഒരു പ്രത്യേകം ഏകദേശം 300 ആൾക്കാരുള്ളതല്ലേ, ഏറ്റവും 10-200 ആൾക്കാർ കേസുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് വെക്കുന്നത് നന്നായിരിക്കും. CPM ഡയറക്റ്റ് തിരുവനന്തപുരം ടു ഡൽഹി, എന്നിട്ട് കേസ് ഹിയറിംഗ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, അടുത്ത ആഴ്ച വീണ്ടും പോകുന്നു. അതാകുമ്പോൾ പാർട്ടിക്ക് കുറേയൊക്കെ ഒരു ആശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിന് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബോഗി ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും പൈസ റെഡ്യൂസ് ചെയ്യാൻ CPM, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ഭരണമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. കാരണം ഒന്ന് സാമ്പത്തികമായിട്ട് പാർട്ടിക്ക് കുറെ സേവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു ഭരണം ഇന്ത്യയിൽ എവിടെയില്ല. ആകെ ഉണ്ടായിരുന്ന എന്താ പറയുക, കേരളം കയ്യിൽ നിന്ന് പോയി, ബംഗാളില്ല, ത്രിപുര ഇല്ല, എവിടെ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഇത് നല്ലൊരു ഐഡിയ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെ കാര്യത്തോട്ട് വരുമ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അയാൾക്കെതിരെ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് ഇത് ചെയ്യാമായിരുന്നു. CPM, CPI, SFI എല്ലാവരും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഒരർത്ഥം ഉണ്ടായിരുന്നു അവസാനത്തിൽ. ഇത് മകൾ CPM മെമ്പർ പോലും അല്ലാത്ത ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പം അവരെ ചോദ്യം ചെയ്യുന്നു. അതിന് ED വണ്ടി പോയിട്ട് തല്ലി പൊളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഇത് കേരള പോലീസാണെങ്കിൽ ഓക്കെ. ഇപ്പം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തച്ച് പൊളിച്ച കേസൊക്കെ അവിടെ കൊണ്ടുപോയി വാഴനാട്ടിൽ നിന്നകം സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വലിയ കേസൊന്നും ആവില്ല, കാരണം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം വരെ പോകേണ്ടി വരും. കുറച്ച് എന്താ പറയുക, കോടതി കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. എറണാകുളത്ത് പോകേണ്ടി വരും, ബാക്കി കാര്യങ്ങളെ ബന്ധപ്പെട്ട് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ചുറ്റാമ്പറ്റത്ത് ഇങ്ങനെ നിന്ന് നടക്കുന്ന കേസേ ഉണ്ടാവുള്ളൂ. പക്ഷെ കേന്ദ്ര ഏജൻസി കേസ് വരുമ്പം അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോട്ട് പോകും. പക്ഷെ ഇവിടെ എന്തായാലും ഈ പറഞ്ഞതുപോലെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ, കുമ്പിട്ട് നിന്നാണെങ്കിലും കുനിഞ്ഞാണെങ്കിലും ഈ പറയുന്ന പ്രസ്തുത മനുഷ്യന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. അന്വേഷണം കൃത്യമായ രീതിയിലാണെങ്കിൽ ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ സത്യസന്ധമായിട്ടാണ് അല്ലെങ്കിൽ അവർ ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് അടിവരയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രഹസനം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ ഒരു വിക്ടിമൈസ് ചെയ്തുകൊണ്ട് പുറത്തിറക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണോ ഒന്നും നമുക്കറിയില്ല. ഇതുവരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ചോദ്യം നിൽക്കുന്നത്
ഇതിന് ഇനി മുന്നോട്ട് പോക്കുണ്ടാവോ, അതോ വെറും ഒരു പേടിപ്പെടുത്തൽ മാത്രമാണോ, അല്ലെങ്കിൽ ഇരയാക്കി വലിയൊരു വിശുദ്ധനാക്കിക്കൊണ്ട് പിണറായിനെ ഇറക്കാനാണോ, ഒന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനിയുള്ളവരുടെ നീക്കങ്ങൾ കൂടി കണ്ടാൽ മാത്രമേ ഇത് സത്യസന്ധമാണോ അല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പൊട്ടന്മാരായിക്കൊണ്ട് തന്നെ ഇരിക്കും ജനങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇതുപോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കും, നമ്മൾ വീണ്ടും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കും. ഈ കേസിന് എങ്ങോട്ട് പോകുന്നു എന്നതിന് ശേഷം മാത്രം നമുക്കിത് സത്യസന്ധമാണോ അല്ലേ എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങളായി ഈ മോദി നേരിട്ട് വന്നിട്ട് വെല്ലുവിളിക്കുകയുണ്ടായി. ഇവിടെ വെച്ചിട്ട് കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും തെളിവുകളോട് കൂടിയിട്ട് പ്രധാനമന്ത്രി നേരിട്ട് വന്നൊരു വെല്ലുവിളി നടത്തിയിട്ട് പോലും പിന്നീടും അനങ്ങിയിട്ടില്ല ഇവരാരും. അല്ല, ഈ പിണറായി വിജയൻ ഇന്നേ വരെ മോദിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പിണറായി വിജയൻ BJPക്കെതിരെ പറയാറുണ്ട്, കേന്ദ്രത്തിനെതിരെ പറയാറുണ്ട്, പക്ഷെ മോദിയുടെ പേരെടുത്ത് ഇന്നേ വരെ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ള. ഇല്ല, ഇപ്രാവശ്യത്തെ ED റെയ്ഡിന് ശേഷം അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായല്ലോ എന്നാണ്. ഇതും രാഹുൽ ഗാന്ധി തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ആള് വിചാരിച്ചിട്ടുണ്ടാവും ഈഡിനെ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അതെ, മോദിയുടെ പേരെന്നെടുത്ത് പറയാൻ, നരേന്ദ്ര ദാമോദർ മോദി എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം ഈ 10 വർഷത്തിനിടയിൽ ഒരു തവണ പോലും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഒരിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് ധൈര്യമൊക്കെ ഈ പറഞ്ഞില്ലേ, ഊരി പിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്ന് എന്താ സിംഹത്തെ പോലെ ഗർജിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പുറത്തോട്ട് മോദി ഇയാൾ തമ്മിൽ ബൈ ആണ്. അതെ അതെ, ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു. ചില സമയത്ത് ഇവർ ഇറക്കുന്ന പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ അതെ, ഇപ്പോ യുദ്ധം നടന്നൊരു സമയത്താണ് യുദ്ധക്കപ്പല്, അവരുടെ കപ്പല് വന്നിട്ട് ഇവിടെ കൊച്ചി തീരത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആരും തൊടില്ല, ഞങ്ങൾ നോക്കും, നിങ്ങളെ തൊടില്ല എന്ന്. അവിടെ ഡ്രോൺ ഇട്ട് പറത്തി മൊത്തം തച്ചടക്കാൻ പറ്റുന്നവരോടാണ് പറയണത്, നിങ്ങൾ ഇവിടെ കേരളത്തിന്റെ തീരത്തടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്, നിങ്ങളെ ഒരുത്തനും തൊടില്ല എന്ന്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് MA ബേബി പ്രസ്താവന ഇറക്കും, യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം, പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്തമാതിരി നോൺസെൻസ്, അല്ലെങ്കിൽ ഇത്രയും പരിഹാസ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും മോദി എന്ന് പറയുന്ന ഒരു പേര് പറയാനുള്ള ധൈര്യം പോലും ഇതുവരെ വന്നിട്ടില്ലാത്ത 10 വർഷത്തെ സ്പീച്ച് എടുത്ത് നോക്കൂ, ഒരിടത്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ മോദി എന്ന് പറയുന്ന പേര്? രാഹുൽ ഗാന്ധിക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് കൊട്ടാറുണ്ട്, പക്ഷെ മോദിയുടെ പേര് പറയാൻ പോലും വയ്യാത്ത, അല്ലെങ്കിൽ മോദി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിലൊക്കെ കൂടിക്കാഴ്ചകൾ, നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം കേസ് മാറ്റിവെക്കുന്നതും അങ്ങനെ ഒരുപാട് വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അപ്പൊ ഈ അന്തർധാര എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നവർ യഥാർത്ഥ അന്തർധാര എവിടെയാണെന്നുള്ളത് മലയാളികൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇത് സത്യസന്ധമാണ് എങ്കിൽ മാത്രം നമുക്കിതിന് തുടർന്ന് ചർച്ച ചെയ്യാവുന്ന. ഇപ്പൊ ഈ ഒരു കാണിച്ച ഒരു വെടിയും പുകയിൽ നമ്മളൊക്കെ അങ്ങോട്ട് അഭിനമിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് സത്യസന്ധമാണോ, എത്രത്തോളം മുന്നോട്ട് കേസ് പോകും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇതുവരെ ഇല്ലാത്തൊരു ആർജവം ഇപ്പൊ കാണിച്ചത് നല്ല കാര്യം, സ്വാഗതം ചെയ്യുന്നു. പക്ഷെ സത്യസന്ധമാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അടിവരയിട്ട് തന്നെ കിടക്കുകയാണ്. ഈ സ്വർണ്ണ ശബരിമല വിഷയമൊക്കെ വരുന്നതിന് മുമ്പ് അമിത്ഷാനെ ഉപയോഗിച്ച ഈ തടിയൊന്നും ഇതിന് പോരാ കേട്ടോ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തോടൊന്നും കൂട്ടിയാൽ കൂടൂല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ കേസൊക്കെ വന്നതിന് ശേഷം പിണറായി വിജയന് വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോലും പ്രതിപക്ഷത്തിനെതിരെ, അതായത് കോൺഗ്രസിനെതിരെയൊക്കെ നല്ല ആഞ്ഞടിക്കും. പക്ഷെ നേരെ മറിച്ചത് BJP വരുമ്പോൾ ഭയങ്കര മൃദു സമീപനം. പ്രത്യേകിച്ച് ഈ എന്താ പറയാ, സുരേന്ദ്രനെതിരെയുള്ള കുഴൽപ്പണ കേസൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ കയ്യിലാണ് കേസ് ഇരിക്കുന്നത്. അത് വന്നതിന് ശേഷമാണ് ഈ ഒരു അന്തർധാര വളരെ സജീവമായത്. അതെ, അത് മാത്രമല്ല അപ്പുറത്ത് ലാവ്ലിൻ കേസ് ഉണ്ട്. അപ്പം പരസ്പരം ഇവരെ അങ്ങോട്ട് വേദനിപ്പിക്കാണ്ട രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരവിടെ സാധനമൊന്നും ചെയ്യില്ല. അപ്പൊ രണ്ടു ഇതിലിങ്ങനെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ പോയി ഭരണം നഷ്ടപ്പെട്ടതും സ്വാഭാവികമായിട്ടും ഇനി ഇടിക്കൊന്നും നോക്കാണ്ടല്ലോ. കാരണം അയാളെ കയ്യിൽ നിന്ന് ഭരണം പോയി, ഇനിയിപ്പോ എന്താ അയാളെ കൂടെ ഒരു ഉപകാരമല്ല. അപ്പൊ ആ രീതിയിലാണ് പിന്നെ ഇനിയിപ്പോ എന്തിനാ മകളായിട്ട് നിർത്തുന്നത്, മകളെയും കൂടി അന്വേഷിക്കാൻ. കേസ് ഓൾറെഡി ഉള്ള കേസാണ്. ഇത്രയും കാലം അച്ഛൻ മുഖ്യമന്ത്രിയാണ്, ആ ഒരു മൃദു സമീപനം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അന്തർധാര ഉണ്ട്. പിന്നെ അച്ഛൻ തോറ്റ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തിനാ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്, ആ ഒരു ധാരണ സ്വാഭാവികമായിട്ടും വരും. അതിന്റെ എന്താ പറയുക, നീക്ക് പോക്കുന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഞാനും ഈ സാധനത്തെ കാണുന്നു. ഏത് രീതിയിലേക്ക് തന്നെ ന്യായീകരിക്കും എന്നുള്ളത് ചോദ്യം ആദ്യം വന്നിരുന്നു. പക്ഷെ ന്യായീകരണ തൊഴിലാളികൾ കുറച്ചും കൂടി സ്മാർട്ടാണ്. അവര് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇപ്പൊ MV ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യം എന്താണ്, ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ളതല്ല, പാർട്ടിയോട് ഉള്ള വൈരാഗ്യം തീർക്കലാണ്. ഈ പാർട്ടിയോട് വൈരാഗ്യം ചെയ്യണമെങ്കിൽ എന്തിനാണ് വീണ വിജയനെ കയറി പിടിക്കുന്നത്? മീൻസ് വേറൊന്നും മീൻ ചെയ്തിട്ടല്ല, വീണ വിജയന്റെ പിന്നാലെ പോകേണ്ടതിന്റെ കാര്യം എന്താണുള്ളത്? വീണ വിജയനെയാണ് വേട്ടയാടുന്നത്, അല്ലാണ്ട് പിണറായി വിജയനെ അല്ല. പക്ഷെ സഖാക്കന്മാർ പറയുന്നു
പിണറായി വിജയനെ അല്ല, പാർട്ടിയെയാണ് ഇവര് വേട്ടയാടുന്നത്. ഇതിൽ എവിടെയാണ് പാർട്ടി ഇൻവോൾവ് ആവണമെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ ബിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നപ്പോഴും അദ്ദേഹം പാർട്ടി മെമ്പറാണ്. എന്നിട്ട് പോലും കോടിയേരി എടുത്ത കൃത്യമായ നിലപാടുണ്ട്. അതെ. എന്റെ മകൻ ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയാണ്. അത് പാർട്ടി ഇടപെടേണ്ട കാര്യമല്ല. പാർട്ടിയെ ഇതിൽ മുൾമുനയിൽ നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പാർട്ടിക്കെതിരെ അല്ല, അവൻ അന്വേഷണം നേരിടും. ജയിലിൽ പോയപ്പോഴും ഒക്കെ ആ സമയത്തും അദ്ദേഹം പ്രായാധിക്യം പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതെങ്കിലും കൃത്യമായിട്ട് നമുക്കറിയായിരുന്നു ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മാറുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, പക്ഷെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാട് കൃത്യമായിരുന്നു. പക്ഷെ ഇവിടെ പിണറായി വിജയന്റെ കാര്യം വരുമ്പോൾ, വിജയന്റെ മകള് ഒരു പാർട്ടി അംഗത്വവും ഇല്ലാത്ത മറ്റൊരു കമ്പനി മുതലാളിയാണ്. ഇതുപോലെ ഒരുപാട് അഴിമതി കേസുകൾ വന്നു കഴിഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ റഡാറിലുള്ള അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള ഒരു ആളാണ്. എന്നിട്ട് പോലും വീണ വിജയനെടുത്തെതിരെ പരാതി വരുമ്പോൾ മാത്രം അത് പാർട്ടിക്കെതിരായി. കുറ്റം പറയാൻ പറ്റില്ലേ? KG സെന്റർ തറവാട് സ്വത്തായിട്ട് അഡ്രസ്സിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഇതുവരെ ഒരുത്തനും KG സെന്റർ എന്തിന്റെ ബേസിൽ ഒരാളുടെ അഡ്രസ് ആയിട്ട് കൊടുത്തു എന്ന് ചോദിക്കാത്ത സഖാക്കന്മാര് അവർക്ക് ഇനി ന്യായീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ന്യായീകരണ തൊഴിലാളികൾ ഭയങ്കര സ്മാർട്ടാണ്. അവര് എല്ലാത്തിനും ഇങ്ങനെ ന്യായീകരണ ക്യാപ്സുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അല്ല, ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? പൂർണ്ണമായിട്ടും ഇത് നട്ടുച്ച നല്ല വെയിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴും ഇല്ല, ഇത് പാതിരാത്രിയാണ് എല്ലാവരും കിടന്നുറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് അങ്ങോട്ട് അവര് കിടന്നങ്ങ് ഉറങ്ങും. അത്രയും അടിമകളായിപ്പോയി. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൃത്യമായിട്ടും പോസ്റ്റുകൾ, ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ FB പോസ്റ്റുകൾ ഇപ്പോൾ കൃത്യമായിട്ടും നമ്മൾ നോക്കാറുണ്ട്. ഓരോ ദിവസവും കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരുടെ വിഷയത്തിൽ വന്നപ്പോഴും ഒരു ഐ ലവ് യു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു അതിജീവിത എന്ന് പറയുന്ന കംപ്ലൈനന്റ് എഴുതിയ ഒരു വാക്ക് ഒട്ടിച്ചിട്ടുള്ളൊരു കപ്പുമായിട്ട് പിണറായി വിജയൻ ഇരുന്ന് ഐക്യദാർഢ്യം കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ EDയുടെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചിട്ടൊരു റെഡ് കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അദ്ദേഹം കപ്പേ ഒരു കപ്പ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടൊരു ക്യാപ്ഷനും അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒതുങ്ങി നിന്നവരെല്ലാവരും പിണറായി വിജയനെതിരെ കൃത്യമായിട്ടും മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമാണ്, ഈ അന്വേഷണം സത്യസന്ധമാണോ എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ലാവ്ലിൻ കേസ്, പ്രൈസ് വാട്ടോ കുപ്പേഴ്സ് പോലെയുള്ള മലയാളികളുടെ എന്താ പറയുന്ന ബേസിക് ഡേറ്റാസ് പോലും, നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഡേറ്റാസും ഒരു അന്യ രാജ്യത്തിന് വിറ്റ കേസുകളൊക്കെയാണ് വരുന്നത്. അതിനൊക്കെ എത്ര വെള്ളിക്കാശിനാണ് വിറ്റതെന്ന് ഉൾപ്പെടെ അറിയാനുള്ള അവകാശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വലിയ വലിയ കേസുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ അന്വേഷണം കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ മലയാളികളെ ഏതൊക്കെ രീതിയിൽ, നമ്മൾ ഓരോ മനുഷ്യനെയും ഏതൊക്കെ രീതിയിൽ ഇവർ ചതിച്ചു, അച്ഛനും മകളും കൂടി എങ്ങനെ എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതിലേക്കാണ് അന്വേഷണം പോകേണ്ടതും. പക്ഷെ അന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ മാത്രം ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഫവാസ് പറഞ്ഞതുപോലെ എവിടെയോ വെച്ച് ഇത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ട് അങ്ങ് മാറേണ്ടിയും വരും.